ഉൽപ്പത്തി അധ്യായം 25. അബ്രാഹം കെത്തൂറ എന്നു പേരുള്ള ഒരു സ്ത്രീയെ കൂടി വിവാഹം ചെയ്തിരുന്നു. സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യോക്ഷാൻ ഷെബാനും ദദാനും ജന്മം കൊടുത്തു. ദദാന്റെ സന്തതികളായിരുന്നു അഷൂറിയും ലത്തൂഷിയും ലവൂമിയും എന്നിവർ. മിദിയാന്റെ സന്തതികൾ ഏഫ, ഏഫർ, ഹാനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവരെല്ലാവരുമായിരുന്നു കെത്തൂറായുടെ സന്തതികൾ. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം സമ്മാനങ്ങൾ നൽകി. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെയെല്ലാം തൻ്റെ മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് പറഞ്ഞയച്ചു. അബ്രാഹം പൂർത്തിയാക്കിയ ആയുഷ്കാലം 175 വർഷമായിരുന്നു. അബ്രാഹം മന്ത്യശ്വാസം വലിച്ചു. വാർദ്ധക്യത്തിൻ്റെ തികവിൽ വയോധികനും സംതൃപ്തനുമായി മരിച്ച് അവൻ തൻ്റെ ജനങ്ങളോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും ഒരുമിച്ച്